പരസ്യമായിട്ട് നൃത്തം ചെയ്യുന്നൊരവസ്ഥ. നൃത്തം ചെയ്താൽ എന്താ കുഴപ്പം? 6-ാം നൂറ്റാണ്ടിലെ തലയെക്കെട്ട് കെട്ടിയ മതപണ്ഡിതന്മാർ പെൺകുട്ടികൾ നൃത്തം ചെയ്താൽ എന്താണോ പ്രശ്നം? നൃത്തം ചെയ്യണ്ടേ? കുറെ തലയെക്കെട്ട് കെട്ടിയ മുസ്ലിയാക്കന്മാർക്ക് ഭയങ്കര പ്രശ്നം. പെണ്ണുങ്ങൾ നൃത്തം ചെയ്താൽ എന്താ പ്രശ്നം? സാധ്യ പ്രശ്നമുണ്ടോ? ഉത്തരം ഒന്നേ ഉള്ളൂ. അമ്മയുടെ മീറ്റിംഗ് കഴിഞ്ഞ് മലയാള ചലച്ചിത്ര രംഗത്തുള്ള സകല ആളുകൾ ഒന്നിച്ചിറങ്ങി വരുന്നു. എന്തേ ക്യാമറ നടന്നു വരുന്ന സ്ത്രീയുടെ മുതുകിലേക്ക് മാത്രം പിടിക്കുന്നു? ചിന്തിച്ചൂടെ? ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലേ? ഇപ്പുറത്ത് മലയാളത്തിന്റെ പ്രശസ്തരായ പുരുഷ നടന്മാർ നടന്നു വരുന്നു. എന്തേ അവർക്കാർക്ക് ചാനലുകാരെ വേണ്ടി? സ്ത്രീകൾ നിൽക്കുന്നത് അവരുടെ ഓരോ എലമെന്റുകളും അവരുടെ മുഖത്തല്ല ക്യാമറ വെക്കുന്നു. അവരുടെ ശരീരത്തിന്റെ ആകാര സവിശിഷ്ടങ്ങൾ സെക്കൻഡ് കൊണ്ട് ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടണമെങ്കിൽ ഏത് രൂപത്തിൽ വീഡിയോ പിടിക്കണമെന്ന് അറിയുന്ന കാപാലികന്മാർ പെണ്ണിനെ കച്ചവടക്കാരാക്കുകയാണ്. ഇസ്ലാം ഇത്തരം ചൂഷണങ്ങൾക്കെതിരാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിനെ ആർക്കും കണ്ടുകൂടാകത്ത്. സ്റ്റാർട്ട് ബഡിന്റെ ബർഗർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? അതിന്റെ പരസ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? ലോകത്തെ ഏറ്റവും വിപണന മൂല്യമുള്ള സാധനമാണല്ലോ സ്റ്റാർട്ട് ബഡിന്റെ ബർഗർ. ഈ ബർഗറിന്റെ പരസ്യത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി അത് കഴിക്കുന്ന സ്വാഭാവിക വീഡിയോ അല്ല പരസ്യത്തിലുള്ളത്. ഒരു ചെറുപ്പക്കാരിയായ അർദ്ധനഗ്നയായ ഒരു പെണ്ണ് അവരുടെ ചേഷ്ടകൾ ലൈംഗിക ചുവയോടുകൂടിയുള്ള ചേഷ്ടകളോടുകൂടി ഈ ബർഗർ തിന്നുന്ന പരസ്യം. ഈ പരസ്യം വന്ന വർഷം മില്യൺ കണക്കിന് ഡോളറാണ് ഈ ബർഗർ കമ്പനി ഉണ്ടാക്കിയത്. എന്തേ? പെണ്ണിന്റെ ഉടലിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ കച്ചവടം ചെയ്യപ്പെടാൻ കഴിയൂ എന്നവർക്കറിയാം.